ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജയ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാന്തരം ഒരു ചിക്കൻ പുലാവാണ്. ഈ ചിക്കൻ പുലാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, അതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ പുലാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് 2 സബോള നീളൻ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള വഴറ്റുന്ന സമയത്ത് എപ്പോഴും സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കാം, എന്നാലാണ് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പെട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഈ സ്പൈസസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 2 ബേ ലീഫ്, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നീളനെ കീറിയെടുത്ത 4 പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഇതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി നീളനെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യോഗർട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 750 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിത് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ചിക്കനൊക്കെ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പുതിന ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ വേവാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പകുതി വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 കപ്പ് അളവിൽ ബസുമതി റൈസ് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തി വെച്ചത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ അളവിൽ പ്യുവർ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത റൈസും ചിക്കനൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് ഞാനിവിടെ 1 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം കണക്കാക്കിയാണ് ശരിക്കും ചേർക്കേണ്ടത്. പക്ഷേ ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ 1 കപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ 1 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കുക്കർ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷോട് പാർത്താം. വളരെ എളുപ്പത്തിൽ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, അതുപോലെ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.